ഹലോ, വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഈ വീഡിയോ എന്ന് പറയുന്നത് 10th ഇപ്പം എല്ലാവരും ഒരുമാതിരിപ്പെട്ട PSCയിൽ അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരും 10th ലെവൽ പ്രിലിംസിൻ്റെ പുറകെ ആയിരിക്കും അല്ലേ. 18 വയസ്സ് കഴിഞ്ഞ് ഇപ്പം 40 വയസ്സ് വരെ നീട്ടി ഏജ്. അപ്പം അതിനൊരു സെക്കൻഡ് ചാൻസ് പോലെ കിട്ടിയ ആൾക്കാരും അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ, പിന്നെ കാറ്റഗറി ബേസിൽ വ്യത്യാസമുള്ള, അതായത് നമ്മുടെ സംവരണം സീറ്റുകളിൽ കൂടുതൽ ഏജ് ഉള്ള 43, 45 വരെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരുണ്ട്. അങ്ങനെ ഉള്ളവർക്കും ഒക്കെ എല്ലാവരും ഈ ഒരു ഇതിൻ്റെ പുറകെ ആയിരിക്കും. 10th ലെവൽ PSCയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള PSCയിൽ നമ്മൾ LGSനും വെബ്കോയ്ക്കും സ്റ്റോർ മാനേജറിനും ഒക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള ആൾക്കാർ എന്തായാലും 10th ലെവല് അല്ലെങ്കിൽ WCPO അങ്ങനെ തുടങ്ങി പുറകെ ആയിരിക്കും. ഓഫ് കോഴ്സ് എല്ലാവരും ആയിരിക്കും. അപ്പം ആ ഒരു അത്രയും പേരിൽ നമ്മുടെ കഷ്ടപ്പാട്, നമ്മൾ പഠിക്കുന്ന പോർഷൻസിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും നമ്മൾ എടുക്കുന്ന എഫേർട്ടും ഒക്കെയാണ് നമുക്ക് ആ റാങ്ക് ലിസ്റ്റിന് ഒരു 300 അല്ലെങ്കിൽ 350, 400, 500 പേരിലൊക്കെ വരുന്ന റാങ്ക് ലിസ്റ്റിൽ നമ്മൾ കയറുന്നത് നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന എഫേർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്, നമ്മുടെ കഷ്ടപ്പാടിന്റെ ബലത്താണ് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ നന്നായി വർക്ക് ചെയ്യണം കേട്ടോ, നന്നായി വർക്ക് ചെയ്യണം. കാരണം നമുക്ക് കോമ്പറ്റീറ്റ് ചെയ്യാനുള്ളത് ഒരുപാട് പേരോടാണ്. പക്ഷെ നമ്മൾ നമ്മളോടാണ് കോമ്പറ്റീറ്റ് ചെയ്യേണ്ടത്. ഞാൻ പറയുവാണെങ്കിൽ നമുക്കൊരു ഗവൺമെന്റ് ജോലി ആവശ്യമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. ഇതിൽ ഞാൻ കയറുമോ എന്ന് ചിന്തിക്കുന്നതിനും നല്ലത് ഞാൻ കയറും, എന്നെ കൊണ്ട് കഴിയും എന്ന് പറയുന്നതിനൊപ്പം ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ പഠിക്കുക. ഓരോ പോർഷൻസും വ്യക്തമായി സിലബസിൽ നിന്ന് മനസ്സിലാക്കി തന്നെ പഠിക്കുക. പക്ഷെ ഒരുപാട് എഫേർട്ടൊക്കെ ഇട്ടിട്ടും, ഞാനൊരു പോസിബിലിറ്റിയാണ് പറയുന്നത്, അങ്ങനെയുള്ളവര് അത്രയും നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് നമ്മൾ എഫേർട്ട് എടുത്ത് ചില സാഹചര്യങ്ങൾ കൊണ്ട് ചില പോർഷൻസ് ഒക്കെ വിട്ടുപോയി, അതിൽ നിന്ന് മാർക്ക് പോയി, നമ്മൾ വിചാരിക്കുന്ന അത്ര മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റാതെ വരികയോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വരുന്ന ചില കാര്യങ്ങൾ, അതിപ്പോൾ കല്യാണമൊക്കെ ആണെങ്കിൽ മുൻകൂട്ടി അറിയാം, എന്നാലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല കല്യാണം. ഇപ്പോൾ ഞാനടക്കം എല്ലാവർക്കും അതിനൊക്കെ നിങ്ങൾ സമയം കണ്ടെത്തണമെന്ന് ചുമ്മാ ഡയലോഗിന് പറയാമെന്നല്ലാതെ നമ്മുടെ വീട്ടിലൊരു ഫങ്ഷൻ അധിഷ്ഠിത എന്തെങ്കിലും സംഭവം നടക്കുകയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും അന്ന് പഠിക്കാനൊന്നും, അന്നും അതിനോടനുബന്ധിച്ച് കുറച്ച് ദിവസങ്ങളും പഠിക്കാനൊന്നും പറ്റിയെന്നും വരില്ല. അങ്ങനെ വരുമ്പോഴും പ്രശ്നമുണ്ട്. അതിനൊപ്പം നമ്മൾ അത്രയും പോർഷൻസ്, അത്രയും ദിവസം നമുക്ക് സ്കിപ്പ് ആകുമ്പോൾ, റിവിഷൻ ചെയ്യാതിരിക്കുമ്പോൾ കുറേ ടച്ച് വിട്ടു പോവുക, കുറച്ച് മറന്നു പോവുക. അപ്പം നമ്മൾ വീണ്ടും അത് റിവിഷൻ ചെയ്ത് നമ്മൾ നമ്മുടെ മെമ്മറിയിലേക്ക് വീണ്ടും സ്റ്റോർ ചെയ്യേണ്ട വരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ പറയുന്നത്, നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ സംഭവിക്കാവുന്നതാണ്. പെട്ടെന്നൊരു മരണവും, കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു മരണവും ഒക്കെ വന്നാൽ ഫുൾ നമുക്ക് അപതാളത്തിലാകും, നമുക്ക് സ്കിപ്പായി പോകും കുറച്ച് ദിവസങ്ങൾ. അപ്പം ഞാൻ പറയുന്നത് എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എഫേർട്ട് ഇട്ടു, നിങ്ങളുടെ മാക്സിമം നിങ്ങൾ ശ്രമിച്ചു, നിങ്ങളുടെ പരമാവധി നിങ്ങൾ ശ്രമിച്ചു, പക്ഷേ നിങ്ങൾക്ക് അത് നേടാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ നമുക്ക് എക്സാം കഴിഞ്ഞ് 18ന് നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞില്ല എന്നോർത്ത് എല്ലാവരും അത് കഴിയുമ്പോഴായിരിക്കും പറയാം. ഞാൻ പക്ഷെ നേരത്തെ പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും ബുക്കോ ഇതോ പൂട്ടിക്കെട്ടി വെക്കുകയോ ഒന്നും ചെയ്യരുത്. നമ്മളൊരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗവൺമെൻറ് ജോലി കിട്ടുന്നവരെ പഠിക്കണം. റാങ്ക് ലിസ്റ്റ് വരുന്നവരെയല്ല, നമ്മൾ ഗവൺമെൻറ് ജോലി കിട്ടുന്നവരെയാണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലേ. അപ്പോൾ അത് കരുതി തന്നെ പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ കിട്ടാതെ വരികയോ, അല്ലെങ്കിൽ ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരികയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമ്മർദ്ദം മൂലമോ, പരീക്ഷ സമ്മർദ്ദം മൂലമോ എന്തെങ്കിലും
എന്തെങ്കിലും അപാകത കൊണ്ട് ആ പരീക്ഷയിൽ നിങ്ങൾക്ക് സ്കിപ്പായി പോയാൽ നിങ്ങൾ ഒരിക്കലും ബാക്കപ്പ് ചെയ്യരുത്. നമുക്ക് അടുത്ത ചാൻസ് LDC വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ 10th ലെവൽ പ്രിലിംസിന് അല്ലെങ്കിൽ എൽജിഎസിന് പഠിക്കുന്ന അതിലാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നതെങ്കിൽ നിങ്ങളൊരു കാര്യം ഓർക്കുക, നിങ്ങൾക്ക് അതിലിടുന്ന എഫേർട്ട് എന്ന് പറയുന്നത് നിങ്ങളൊരു ഗവൺമെന്റ് ജോലിക്ക് ബേസ്, അതായത് നമ്മളൊരു വീട് പണിക്ക് അടിത്തറ ഇടുക എന്ന് പറയില്ലേ, അതുപോലെയാണ്. നമ്മൾ ഒരു PSCയുടെ ഇതിന്റെ അടിത്തറയാണ് നമുക്ക് പ്രിലിംസിന്റെ ടൈം ടേബിളിൽ നിന്ന് കിട്ടുന്നത്, അല്ലെങ്കിൽ പ്രിലിംസിന്റെ സിലബസിൽ നിന്ന് കിട്ടുന്നത്. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക. അത് മാക്സിമം നിങ്ങളുടെ എഫേർട്ടിനനുസരിച്ചും നിങ്ങൾക്ക് കഴിയും. ആ ബേസ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ആ ബേസ് തറവായി കഴിഞ്ഞാൽ റിവിഷൻ ചെയ്ത് അത് തറവാക്കുന്നതിനൊപ്പം ഈ വരുന്ന LDC 2027 നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യത്തെ 50 റാങ്കിലോ അല്ലെങ്കിൽ റാങ്ക് ചെയ്താക്കളോ ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ഫോർത്തോ ഫിഫ്ത്തോ അല്ലെങ്കിൽ ആദ്യത്തെ 100-ലോ ആദ്യത്തെ 200-ലോ ഒക്കെ നിങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, ഇനി 10th ലെവൽ പ്രിലിംസിന് നിങ്ങൾ GKയോ മറ്റുള്ള പോർഷൻസ് നോക്കുന്നത് പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻസ് ആണ് SCRT എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് കമ്പനി ബോർഡിൽ ഒക്കെ വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട്. ഇതും ഓരോ പോർഷൻസ് ഇന്ത്യ ചരിത്രത്തിൽ 10 മാർക്കിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കേണ്ട SCRT ഏതാ, അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള SCRT ചാപ്റ്റേഴ്സ് ആണ് ഞാൻ ഈ കൊടുക്കുന്നത്. ഈ ചാപ്റ്റേഴ്സ് ഒരെണ്ണം പോലും സ്കിപ്പ് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ SCRT എന്ന് വരുന്ന ഒരു SCRT ക്വസ്റ്റ്യൻസിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. വളരെ അപൂർവം ക്വസ്റ്റ്യൻസ് എങ്ങാനും മിസ്സായാലേ ഉള്ളൂ ചിലപ്പം നിങ്ങൾക്ക് എല്ലാം സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിടുക, എങ്കിലേ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരത്തുള്ളൂ. അപ്പം ആദ്യം ഇന്ത്യ ചരിത്രം, അതാണ് നമുക്ക് നോക്കണ്ടേ. ഇന്ത്യ ചരിത്രം സിലബസിൽ ഇന്ത്യ ചരിത്രം എന്താണെന്ന് നമുക്ക് നോക്കാം. സിലബസിൽ 10th ലെവൽ പ്രിലിംസിൽ നമുക്ക് ഇന്ത്യ ചരിത്രം ചോദിക്കുന്നത് 10 മാർക്കിനാണ്. ഞാൻ സിലബസ് ഇട്ടിട്ടുണ്ട്. ഇതിന് മുന്നേ ഞാൻ പറയുന്നു, സിലബസ് നിങ്ങൾ നന്നായി അനലൈസ് ചെയ്തിരിക്കണം, നന്നായി വായിച്ചിരിക്കണം, നന്നായി അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഒരു പ്രിന്റോ എന്തെങ്കിലും സംഭവമോ അല്ലെങ്കിൽ നിങ്ങൾ നോട്ടിൽ എഴുതി വെച്ചതോ ഏതെങ്കിലും ഗൈഡിൻ്റെ ഫ്രണ്ടിലുള്ളതോ ആയിട്ടുള്ള സിലബസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അപ്പം ഇന്ത്യ ചരിത്രത്തിൽ എന്തൊക്കെയാണ് 10 മാർക്കിന് ചോദിക്കുന്നത്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ തുടങ്ങിയവയാണ് 10 മാർക്കിന് 10th പ്രിലിംസിൽ ചോദിക്കുന്നത്. ഇതിന് നമുക്ക് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് 2-3 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ 3 ചാപ്റ്റേഴ്സ് കവർ ചെയ്തിട്ട് ഞാൻ ഈ പറയുന്ന SCRT ചാപ്റ്റേഴ്സ് കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയമില്ല ഇനി അത് കൂടുതൽ നോക്കാനുണ്ടെങ്കിൽ കൂടുതൽ വായിച്ചു പോവുക. ഇത് ആദ്യം കവർ ചെയ്യുക. അപ്പം ചാപ്റ്റേഴ്സ് ഏതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 8ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററായ അധിനിവേശവും ചെറുത്തുനിൽപ്പുകളും, 8ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററായ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക്, 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം. ഈ 3 ചാപ്റ്റേഴ്സ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. നന്നായി തറവായി പഠിക്കുക. സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള ബഹുജന മുന്നേറ്റം ഇതിന്റെ നോട്ട് ഞാൻ ഓൾറെഡി എൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് കയറി കണ്ടു നോക്കൂ. ബാക്കി 2 ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങനെ ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ദിവസം ആയല്ലേ ഉള്ളൂ. അത് കാരണം ഞാൻ SCRT ഫുള്ളൊന്നും കവർ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഇടുന്നുണ്ട്. ഞാനിപ്പോൾ 9ാം ക്ലാസ്സിലാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് ക്ലാസ് 8ലെ ചാപ്റ്റർ 1 അധിനിവേശവും ചെറുത്തുനിൽപ്പും, 8ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററായ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്കും, 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം. ഇനി അടുത്ത പോർഷൻ എന്ന് പറയുന്നത്
സിലബസിലെ രണ്ടാമത്തതാണ് സ്വതന്ത്രാനന്തര ഇന്ത്യ. സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ 10 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അത് ഏതൊക്കെയാണ്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വതന്ത്രാനന്തര ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ. അപ്പൊ ഇത് രണ്ടും ഒന്നാണല്ലേ? അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ പോർഷനും ഈ രണ്ടാമത്തെ പോർഷനും ഒന്നാന്നുള്ള കാര്യം എത്ര പേര് ശ്രദ്ധിച്ചു? ചുമ്മാ വായിച്ചു പോകരുത് കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ അതും 10 മാർക്കിനാണ്. ഇത് നിങ്ങൾ LGSന്റെ മെയിൻസിലേക്ക് വരുമ്പോൾ 5 മാർക്കിനാണ് കേട്ടോ ചോദിക്കുന്നത്. ഇത് പ്രിലിംസ് ആയതുകൊണ്ട് 10 മാർക്കിനാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. മെയിൻ ആയിട്ട് 2 ചാപ്റ്റേഴ്സ് ആണ്. ഒന്ന് 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ ഇന്ത്യയുടെ വർത്തമാനം പാർട്ട് സോഷ്യൽ സയൻസ് പാർട്ട് 1ലെ, 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ SS പാർട്ട് 1ലെ ജനാധിപത്യം ഒരു ഇന്ത്യൻ ആമുഖം. ഈ 2 ചാപ്റ്ററാണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. അടുത്തതാണ് ഭരണഘടന. മൂന്നാമത്തെയാണ് ഭരണഘടന. അതും 10 മാർക്കിനാണ് ചോദിക്കുന്നത്. അത് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷനുകൾ എന്നിവയെ സംബന്ധിച്ച അറിവുകളുമായിട്ട് 10 മാർക്കിനാണ് പ്രിലിംസിന് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇമ്പോർട്ടന്റ്. 8ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ സോഷ്യൽ സയൻസ് പാർട്ട് 1ലെ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും, 9ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ പാർട്ട് 2ലെ സോഷ്യൽ സയൻസ് പാർട്ട് 2ലെ ജനാധിപത്യത്തിന്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെയും, പഴയ 9ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും. അപ്പോൾ ഓൾഡ് പുസ്തകത്തിലെ 9ാമത്തെ ചാപ്റ്ററായ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും SS പാർട്ട് 1ൽ ഉള്ളത്. അടുത്തത് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലെ ഇന്ത്യൻ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികളും അതിരുകളും, ഊർജ മേഖലയിലും ഗതാഗത വാർത്താവിനിമയ മേഖലയിലും പുരോഗതി, പ്രധാന വ്യവസായങ്ങൾ എന്നിവയെ സംബന്ധിച്ച പ്രാഥമിക അറിവ് എന്നിങ്ങനെയാണ് 10 മാർക്കിന് ചോദിക്കുന്നത്. ഇന്ത്യൻ ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ ജോഗ്രഫിയിൽ നിന്ന് വരുന്ന പാഠഭാഗങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള പാഠഭാഗങ്ങൾ. പഴയ പുസ്തകത്തിലെ 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ വൈവിധ്യങ്ങളുടെ ഇന്ത്യയും, ഇപ്പോഴത്തെ 7ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ ഇന്ത്യൻ ഉപഭൂഖണ്ഡവും, പാർട്ട് 1 സോഷ്യൽ സയൻസ് പാർട്ട് 1ലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡവുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭൂമിശാസ്ത്രത്തിലെ 2 ചാപ്റ്റേഴ്സ്. ഇത് കൂടാതെ നിങ്ങൾ നോക്കണ്ട വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. 9ാം ക്ലാസ്സിലെയാണ് ഈ ചാപ്റ്റേഴ്സ് എല്ലാം. ഇതിലെ 3 ചാപ്റ്റേഴ്സിന്റെ നോട്ട്സ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ബാക്കി നിങ്ങൾ മറ്റുള്ള എവിടെയെങ്കിലും ടൈപ്പ് ചെയ്ത് നോക്കണേ. ചാപ്റ്റർ 1 ആയ സോഷ്യൽ സയൻസ് 2ാമത്തെ പാർട്ടിലെ സെക്കൻഡിലെ പാർട്ട് 1 ആയ ലോകത്തിന്റെ നെറുകയിൽ, 2ാമത്തെ ചാപ്റ്ററായ വിശാല സമതല ഭൂവിൽ, 3ാമത്തെ ചാപ്റ്ററായ ഭൗമചരിത്രമുറങ്ങുന്ന പീഠഭൂമി, 7ാമത്തെ ചാപ്റ്ററായ മണലാരണ്യത്തിലൂടെ, 8ാമത്തെ ചാപ്റ്ററായ തീരങ്ങളിലൂടെ. ഇത്രയും ചാപ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ അകത്ത് ഭൗമചരിത്രമുറങ്ങുന്ന പീഠഭൂമിക്കകത്ത് മുഴുവൻ നദികളെ കുറിച്ച് വളരെ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഉത്തരപർവ്വത മേഖലയെ കുറിച്ചും നമ്മുടെ കാലാവസ്ഥ, നമുക്ക് ഇതിൻ്റെ അകത്ത് കാലാവസ്ഥ എന്ന് പറഞ്ഞൊരു പോർഷൻ തന്നെയൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്തു നിന്നൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഈ SCERT നിന്നാണ്. അത് ഈ ചാപ്റ്റേഴ്സിൽ നിന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതെ നോക്കുക. അടുത്തത് കേരള ഭൂമിശാസ്ത്രമാണ്. 5ാമത്തെ കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായിക രംഗം തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ്. ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം.
അത് 5ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ സോഷ്യൽ സയൻസ് പാർട്ട് 2 നാടറിയാം. 8ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററായ പാർട്ട് 1 നട്ടു നനയ്ക്കാം നന്മകൾ ചെയ്യാം. ഈ 2 ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 ചാപ്റ്റേഴ്സ് ആദ്യം നോക്കുക. ഇത്രയാണ് നമുക്ക് ഹിസ്റ്ററി ഭാഗം, ജോഗ്രഫി അതിൽ നിന്നൊക്കെ വരുന്നത്. ഇനി സയൻസ് ഭാഗത്തിൽ നിന്നുള്ളതാണ്. ഇച്ചിരി ചാപ്റ്റേഴ്സ് കൂടുതലുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ ജീവശാസ്ത്രമാണ് അടുത്തത്. മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും, രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങളും വനവിഭവങ്ങളും, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ഇത്രയാണ് നമുക്ക് 10 മാർക്കിന് ചോദിക്കുന്ന നാച്ചുറൽ സയൻസ് പോർഷൻ. അതിന്റെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 6ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററായ ബേസിക് സയൻസ് പാർട്ട് 1 ആഹാരത്തിലൂടെ ആരോഗ്യം, 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 ബേസിക് സയൻസിലെ പാർട്ട് 1 വിളയിക്കാം നൂറുമേനി, 7ാം ക്ലാസ്സിലെ തന്നെ 9ാമത്തെ ചാപ്റ്ററായ ബേസിക് സയൻസിലെ പാർട്ട് 2 പരിസ്ഥിതിയെ നോവിക്കാതെ, 8ാം ക്ലാസ്സിലെ 17ാമത്തെ ചാപ്റ്ററായ ബേസിക് സയൻസ് പാർട്ട് 2 വൈവിധ്യങ്ങളുടെ സൗന്ദര്യം, 9ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററായ ദഹനവും പോഷകസംഭവനവും, 4ാമത്തെ ചാപ്റ്ററായ ചലനത്തിന് പിന്നിൽ, 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ പാർട്ട് 1 ജീവന്റെ ജനിതകം. അതൊക്കെ ആ ചാപ്റ്റർ ഞാൻ എൻ്റെ ഇതിലിട്ടിട്ടുണ്ട്. 3ാമത്തെ ചാപ്റ്ററായ സംവേദനങ്ങൾക്ക് പിന്നിൽ, 4ാമത്തെ ചാപ്റ്ററായ ജീവികളിലെ രാസസംവേദനം, 6ാമത്തെ ചാപ്റ്ററായ ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും, 5ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററായ പാർട്ട് 1 ബേസിക് സയൻസിലെ പാർട്ട് 1 വ്യാധികൾ പടരാതിരിക്കാൻ, 10ാം ക്ലാസ്സിലെ 5ാം ചാപ്റ്ററായ പ്രതിരോധവും ആരോഗ്യ സംരക്ഷണവും, 6ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്ററായ മാറ്റാം ജീവിതശൈലി നല്ല നാളേക്കായി, ക്ലാസ് 9 ചാപ്റ്റർ 5 പാർട്ട് 2 പ്രത്യുൽപാദന ആരോഗ്യം, ക്ലാസ് 10 ചാപ്റ്റർ 4 ഓൾഡ് SCERT ആണ്, അകറ്റി നിർത്താം രോഗങ്ങളെ. ഇത്രയാണ് നമുക്ക് നോക്കാനുള്ള പ്രധാന പോർഷൻസ് ജീവശാസ്ത്രത്തില്. ഇനി ഫിസിക്സ്, ഫിസിക്കൽ സയൻസ്, അതായത് കെമിസ്ട്രിയും ഫിസിക്സും, ആറ്റവും ആറ്റത്തിന്റെ ഘടനയും, അയിരുകളും ധാതുക്കളും, മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം, ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും അതിന്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയുധവും സവിശേഷതകളും. ഇതുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ്. ചാപ്റ്റേഴ്സ് നോക്കാം. SCERT 8ാം ക്ലാസ്സിലെ 5ാമത്തെ ബേസിക് സയൻസ് പാർട്ട് 1 5ാമത്തെ ആയ മൂലകങ്ങളും സംയുക്തങ്ങളും, 6ാമത്തെ ചാപ്റ്ററായ ലോഹങ്ങളും അലോഹങ്ങളും, 15ാമത്തെ ചാപ്റ്ററായ പാർട്ട് 2 നിന്നുള്ള പദാർത്ഥങ്ങളുടെ രസതന്ത്രം, 9ാം ക്ലാസ്സിലെ 1ാം ചാപ്റ്ററായ കെമിസ്ട്രി പാർട്ട് 1 ആറ്റത്തിന്റെ ഘടന, 2ാമത്തേതായ പീരിയോഡിക് ടേബിൾ, 3ാമത്തെ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും, 6ാമത്തെ ചാപ്റ്ററായ 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററായ പാർട്ട് 2 ലോഹങ്ങൾ, 7ാമത്തെ ചാപ്റ്ററായ വ്യവസായിക പ്രാധാന്യമുള്ള മൂലകങ്ങൾ, 5ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ കയ്യെത്തും ദൂരത്ത് ആകാശം, 6ാമത്തെ ചാപ്റ്ററായ ഊർജ സ്രോതസ്സുകൾ, 8ാമത്തെ ചാപ്റ്ററായ ചലനം നിത്യജീവിതത്തിൽ, 7ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ പാർട്ട് 1 പ്രകാശം പ്രതിപദിക്കുമ്പോൾ, 7ാം ക്ലാസ്സിലെ തന്നെ 6ാമത്തെ പാർട്ട് 2 താപം നിത്യജീവിതത്തിൽ, 8ാമത്തെ ചാപ്റ്ററായ ആകാശ വിസ്മയങ്ങൾ, 8ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററായ പാർട്ട് 1 ചലനവും ബലവും, 8ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായ മർദ്ദം, 8ാം ക്ലാസ്സിലെ 12ാമത്തെ ചാപ്റ്ററായ ഗോളീയ ദർപ്പണങ്ങൾ, ബേസിക് സയൻസിന്റെ പാർട്ട് 2 ഗോളീയ ദർപ്പണങ്ങൾ, 1ാമത്തെ ചാപ്റ്ററായ പ്രകാശത്തിന്റെ അപവർത്തനം, 9ാം ക്ലാസ്സിലെ ക്ലാസ് 9 2ാമത്തെ ചാപ്റ്റർ 2 ചലന സമവാക്യങ്ങൾ, ഫിസിക്സ് ആണ് ഇതൊക്കെ. 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചലന നിയമങ്ങൾ, ചാപ്റ്റർ 4 ഗുരുത്വാകർഷണം, ചാപ്റ്റർ 5 പ്ലവക്ഷമ ബലം, ചാപ്റ്റർ 6 പ്രവൃത്തിയും ഊർജവും, 8ാമത്തെ ചാപ്റ്റർ ശബ്ദം, ചാപ്റ്റർ 1 ശബ്ദ തരംഗങ്ങൾ, 10ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ലെൻസുകൾ,
മൂന്നാമത്തെ ചാപ്റ്റർ കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും. ഈ ഇത്രയും ജീവശാസ്ത്രം, അതായത് നാച്ചുറൽ സയൻസിലും ഫിസിക്കൽ സയൻസിലും നിങ്ങൾ SCERT മാത്രം നോക്കിയാൽ നിങ്ങൾക്ക് മതിയാകും. നിങ്ങൾക്ക് ഒരു 18 മാർക്കോളം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് സ്കിപ്പ് ചെയ്യാതെ നോക്കുക. 20 മാർക്കിന്റെ വരുന്ന ഈ പോർഷനിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 18 മാർക്കെങ്കിലും ഈ SCERT ചാപ്റ്റേഴ്സ് കവർ ചെയ്താൽ പറ്റും. ഏറ്റവും കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ട് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള SCERT ചാപ്റ്റേഴ്സ് ആണ് ഇത്. നിങ്ങൾ ഒന്ന് എടുത്തു നോക്കൂ, എന്നിട്ട് കവർ ചെയ്യൂ. SCERT ചാപ്റ്റേഴ്സ് കവർ ചെയ്യുമ്പോൾ ആദ്യം ഈ തന്നെ കവർ ചെയ്യൂ. നിങ്ങൾ ഒരിക്കലും SCERT സ്കിപ്പ് ചെയ്യരുത്. SCERT സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് സിലബസ് റാങ്ക് ലിസ്റ്റിന്റെ 7 അയലോക്കത്ത് പോലും എത്താൻ പറ്റത്തില്ല. നിങ്ങൾ 10th പ്രിലിംസിൽ തന്നെ നിങ്ങൾ ഔട്ടായി പോകും. അതിനല്ല നമ്മൾ പഠിക്കുന്നത്, ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയിട്ടാണ്. കഷ്ടപ്പെടുക, നന്നായി വർക്ക് ചെയ്യുക. അപ്പം ഈ ചാപ്റ്റേഴ്സ് ഒക്കെ നോക്കുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ക്ലാസ്സും നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കമന്റുകൾ രേഖപ്പെടുത്തണേ. അപ്പം എല്ലാവർക്കും താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.